ഒരിക്കൽ കണ്ടിട്ടുള്ളവർ പിന്നീട് ഒരിക്കലും മറക്കില്ല പത്തനംതിട്ട രൂപതാംഗമായ ഫാദർ മാർട്ടിൻ ജോസഫ് പുത്തൻവീട്ടച്ചനെ. 43-ാം വയസ്സിൽ നിത്യതയിലേക്ക് പ്രവേശിച്ച അച്ഛനെയോർത്ത് ഒരു ദേശം തേങ്ങുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ മലയോര പ്രദേശമായ കോന്നിയിൽ കുമ്മണ്ണൂർ പ്രദേശത്ത് പുത്തൻവീട് പി ജോസഫിൻ്റെയും ലില്ലിക്കുട്ടിയുടെയും 2 മക്കളിൽ ഇളയ മകനായി 1980 മെയ് 7-നാണ് ജനനം. 1999 ജൂൺ 19-ന് വൈദിക പഠനത്തിനായി തിരുവനന്തപുരം പട്ടം സെൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ പ്രവേശിച്ചു. മാർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയിൽ നിന്നും 2008 ഏപ്രിൽ 2-ന് വൈദിക പട്ടം സ്വീകരിച്ചു. പ്രഥമ ദിവ്യബലിയർപ്പണം ഏപ്രിൽ 5-ന് മാതൃദേവാലയമായ മുളന്തറ പള്ളിയിൽ. തിരുവനന്തപുരത്തിന് തെക്ക് ചെമ്പൂർ വൈദിക ജില്ലയിലെ പന്ത, കുടപ്പനമൂട്, വാഴിച്ചാൽ, കുട്ടമല, മണ്ണാങ്കോണം, അമ്പൂരി പള്ളികളിൽ സഹവികാരിയും പന്ത, കുടപ്പനമൂട്, വാഴിച്ചാൽ പള്ളികളിൽ വികാരിയുമായിരുന്നു. പത്തനംതിട്ട ഭദ്രാസനം നിലവിൽ വന്നപ്പോൾ കൊക്കാത്തോട്, കല്ലേലിത്തോട്ടം, മണ്ണീറ, എലിമുള്ളംപ്ലാക്കൽ, ളാക്കൂർ പള്ളികളിലും സേവനം ചെയ്തു. കാരുണ്യഭവൻ ഡയറക്ടറായും ശുശ്രൂഷ ചെയ്തു. പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹഗിരി മിഷൻ സിസ്റ്റേഴ്സിനെ പത്തനംതിട്ട രൂപതയിലേക്ക് ശുശ്രൂഷകൾക്കായി കൂട്ടിക്കൊണ്ടുവന്നതും അച്ഛനായിരുന്നു. വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ പത്തനംതിട്ട ഭദ്രാസനത്തിലെ ആത്മീയ ഉപദേഷ്ടാവായിരുന്നു. 2017 സീതത്തോട് വൈദിക ജില്ലയിലെ ചിറ്റാർ, അമലഗിരി പള്ളികളിൽ വികാരിയായ അച്ഛൻ അരുവിക്കുഴി, ആനാക്കോട് പള്ളികളുടെ വികാരിയായും കാട്ടാക്കടയിലെ ബോയ്സ് ഹോമിൻ്റെ ഡയറക്ടറായും ശുശ്രൂഷ ചെയ്തു. 2020 ഹൃദയരോഗത്താൽ ക്ലേശിതനായപ്പോൾ പത്തനംതിട്ടയിലേക്ക് തിരികെ വന്ന് രൂപതയുടെ ക്ലർജി ഹോമിലായി വാസം. മെയ് 25-ന് മൈനർ സെമിനാരിയിലെ വൈദികാർത്ഥികൾക്ക് വൈദിക പട്ടത്തിനൊരുക്കമായ ചെറുപട്ടങ്ങൾ നൽകുന്ന ശുശ്രൂഷയാണ് അവസാനമായി സംബന്ധിച്ച ഔദ്യോഗിക ചടങ്ങ്. 2020 മുതൽ വിവിധ രോഗങ്ങളാലും ശാരീരിക അസ്വാസ്ഥ്യങ്ങളാലും ഏറെ ക്ലേശിച്ച അച്ഛൻ കഴിഞ്ഞൊരു മാസത്തിൽ അധികമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായി. അച്ഛൻ്റെ കബറടക്കം കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയുടെയും ഇതര മെത്രാപ്പോലിത്താമാരുടെയും കാർമ്മികത്വത്തിൽ മുളന്തറ പള്ളിയിൽ നടന്നു. കർദിനാൾ മാർ ക്ലീമീസിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ഈ വിനീത ഭാവത്തെ, മനസ്സിൻ്റെ നൈർമല്യത്തെ നമുക്ക് കാണാം. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിലെല്ലാം പ്രകടമാക്കിയത് അനിതര സാധാരണമായ ഒരു ഭരണ ശൈലിയല്ല, വലിയ നേതൃപാടവത്തിൻ്റെ വ്യത്യസ്തമായ വഴികളല്ല, താഴേക്ക് ഇറങ്ങിച്ചെന്ന് കുഞ്ഞുങ്ങളുടെ അടുക്കൽ പോലും ഇടപെടുവാൻ സാധിക്കുന്ന മനസ്സിൻ്റെ ഒരു വിനീത ഭാവമാണ്. ദൈവം ഈ വിനീത ഭാവത്തിൽ സന്തുഷ്ടനാണെന്ന് കാലിത്തൊഴുത്തിലും കാൽവരിയിലും കാൽ കഴുകിയപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട മാർട്ടിനച്ചൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തിരുവനന്തപുരം മേജർ അതിരൂപതയ്ക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. അദ്ദേഹം പഠിച്ചത് അതിരൂപതയ്ക്ക് വേണ്ടിയാണ്. വൈദിക ശുശ്രൂഷയിൽ അതിരൂപതയുടെ മിഷൻ പ്രദേശങ്ങളിൽ അദ്ദേഹം നിർവഹിച്ച വളരെ ലളിതമായ ജീവിത സൗകര്യങ്ങളുള്ള മിഷൻ കേന്ദ്രങ്ങളിൽ അദ്ദേഹം നടത്തിയ ശുശ്രൂഷകൾ, ആ മിഷനുകളിൽ നിന്നെല്ലാം ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നീട് പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം രൂപപ്പെട്ടു. ഇവിടെയും ഭദ്രാസനം ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. രോഗാവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ വിനീതഭാവം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. പ്രധാന ആചാര്യൻ ഈ ആചാര്യനെ തൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ലോകാരംഭം മുതൽ തനിക്കായി ജീവിതം സമർപ്പിച്ചിട്ടുള്ളവരെ സ്വീകരിക്കുന്ന ആ വലിയ അനുഭവത്തിലേക്ക്
ചേർത്ത് നിർത്തുമാറാകട്ടെ. ഈ വൈദികന്റെ പ്രാർത്ഥന പുനരേക്യ ശതാബ്ദിയിലേക്ക് ഒരുക്കത്തോടെ പ്രവേശിക്കുന്ന നമ്മുടെ സഭാ കൂട്ടായ്മയ്ക്ക് സ്വർഗത്തിൽ ബലം നൽകുന്നതിന് മുഖാന്തരമാകട്ടെ. അച്ഛൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും മാതൃ ഇടവകയോടും പത്തനംതിട്ട ഭദ്രാസനത്തോടും പ്രത്യേകമായി സഭയുടെ എളിയ ശുശ്രൂഷ എന്ന നിലയിൽ അച്ഛന് നൽകിയ എല്ലാ കരുതലിനും പ്രാർത്ഥനയ്ക്കും ഹൃദയപൂർവമായ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട മാർട്ടിൻ അച്ഛൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയായി നിൽക്കുന്നത് പറഞ്ഞുകൊള്ളട്ടെ. മാർട്ടിൻ അച്ഛൻ രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് പത്തനംതിട്ട ഭദ്രാസനം അഭിമന്യ ഐറേനിയസ് പിതാവിൻ്റെ പ്രത്യേക വാത്സല്യത്തിലും നേതൃത്വത്തിലും നൽകിയ ഒരു കരുതൽ, കൂടെയിരിക്കുന്നതിന് കാണിച്ച വലിയ മനസ്സ്, അത് വലിയ ആത്മചൈതന്യം പകരുന്നതാണ്. ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴും വിശ്രമിക്കുമ്പോഴുമെല്ലാം മാർട്ടിൻ അച്ഛന് നൽകിയ ഒരു കരുതൽ, അത് പ്രത്യേകം ഒരു പുരോഹിതന് ഒരു പിതാവ് നൽകുന്ന ഒരു ശുശ്രൂഷയായി ഞാൻ കണ്ടു. അഭിമന്യ പിതാവിനും പത്തനംതിട്ട ഭദ്രാസനത്തിനും തുടർന്നും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗശയ്യയിലായിരിക്കുമ്പോൾ അച്ഛൻ്റെ സഹപാഠികളായ പുരോഹിതന്മാർ, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ നിരന്തരമായി അച്ഛനോട് കാണിച്ചിരുന്ന ഒരു ബന്ധം ഞാൻ പ്രത്യേകം ഓർക്കുന്നു. പല സ്ഥലങ്ങളിലായിരുന്നപ്പോഴും അവരൊരുമിച്ച് വരികയും അച്ഛനെ കാണുകയും അച്ഛനോടൊപ്പം ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ എല്ലാം സ്നേഹവും കരുതലുമെല്ലാം നൽകുകയും ചെയ്തിട്ടുള്ളത് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ അവസാന ദിവസങ്ങളിലൊക്കെയും അച്ഛൻ്റെ സഹപാഠി ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ അവർ വളരെ കരുതലോടുകൂടിയാണ് അച്ഛനെ എപ്പോഴും സ്നേഹിച്ചിരുന്നതും ശുശ്രൂഷിച്ചിരുന്നതും. ഈ ശവസംസ്കാര ശുശ്രൂഷയിലുമെല്ലാം അവർ കാട്ടുന്ന വലിയ ഒരു ബന്ധവും ആ കരുതലുമെല്ലാം പൗരോഹിത്യ ശുശ്രൂഷയുടെ കൂട്ടായ്മയിൽ അവിസ്മരണീയമായ അനുഭവമാണ്. നിങ്ങളുടെ സതീർത്ഥ്യനും സഹപാഠിയും സഹോദരനുമായ വൈദികൻ്റെ വേർപാടിൽ നിങ്ങൾക്കുള്ള വേദനയിൽ സഭ നിങ്ങളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഈ അനുഗ്രഹീതമായ പൗരോഹിത്യ ശുശ്രൂഷയിൽ മാർട്ടിൻ അച്ഛനെ ദൈവം എടുത്ത് ഉപയോഗിച്ചതിന് അവിടുത്തോട് നന്ദി പറയുന്നു. തുടർന്നും നമുക്ക് ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ദൈവമക്കളായി തീർന്നു എങ്കിൽ പുത്രസ്വീകാര്യ സ്ഥാനത്തേക്ക്, മക്കളെന്ന അവകാശത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചിട്ടുള്ള, നമുക്ക് വേണ്ടി ധൂപം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള, നമ്മെ ത്രോണോസിൽ കുരിശു വരച്ച് ഓർത്തിട്ടുള്ള, നമുക്കായി നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന
അനേകം ദിവ്യാത്മാക്കൾ നമ്മെ കരുതിയിട്ടുണ്ട് എന്നതോർക്കുക. അവരുടെ ഗണത്തിൽ മാർട്ടിനച്ചൻ ചേർക്കപ്പെടുകയാണ്. വാത്സല്യമുള്ള സഹോദര, പ്രതീക്ഷയിൽ ദൈവം ചേർത്ത് നിത്യമായ മഹത്വത്തിൻ്റെ കിരീടം നൽകി അങ്ങയെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യമായ സമാധാനം ദൈവം അങ്ങേക്ക് നൽകുമാറാകട്ടെ. ആമേൻ.